இங்க வந்த? ஏன்டா என்ன டென்ஷன் பண்ற? எங்க பார்த்தாலும் நீ. അത് കഴിഞ്ഞിട്ട് മതി നമുക്ക് കാശ്. ഇപ്പോ കൂടുതലായിട്ട് ഹലോ നമസ്കാരം. അപ്പൊ വീണ്ടും നമ്മള് ധന്യ ഓഡിറ്റോറിയം പാനക്കുളം. അപ്പൊ ഇന്നാട്ടോ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ട് മറ്റേ മുസ്ലിം വെഡിങ് ഇവന്റിന്റെ ഫൈനൽ ഡേ വരുന്നത്. 3 ദിവസം പരിപാടി നമ്മൾ അതിനെ ഫുള്ള് മാനേജ് ചെയ്ത് വെച്ചത്. ഫസ്റ്റ് ദിവസം വന്നത് മെഹന്തി, പിന്നെ ഇന്നലെ കല്യാണരാവെന്ന് പറഞ്ഞിട്ട് ഇന്നിപ്പോ മെയിൻ പരിപാടി വെഡിങ്. ഇന്നലെ ഓൾറെഡി വെഡിങ്ങിനുള്ള ഡെക്കോർ ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ടിൽ ടച്ച് ബാക്ക്ഡ്രോപ്പ് മാത്രം മാറ്റേണ്ടതുള്ളൂ. അപ്പോൾ അതൊക്കെ എല്ലാം മാറ്റിയിട്ടുണ്ട്. ഡെക്കോറെല്ലാം ഫിനിഷ് ചെയ്തിട്ടുണ്ട്. പരിപാടി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നമ്മുടെ ക്ലൈന്റ് അല്ലാതെ എത്ര വില എടുത്തിട്ട് നമ്മൾ എല്ലാ പരിപാടിയും ചെയ്തേക്കണം. ചാർജർ ചേട്ടാന്ന് ചോദിച്ചിട്ടുള്ള വരവാണ്. രാവിലെ വാപ്പ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ടൈമിൽ കല്യാണമൊക്കെയുള്ള ടെൻഷനാണല്ലോ, ചാർജ് ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ നമ്മളുടെ ഫോണിനും ഇങ്ങനെ ഒരു അസുഖമുണ്ട്. പവർ ബാങ്ക് ഞാൻ എപ്പോഴും കരുതിയേക്കും. മുഹമ്മദ് എത്തിയിട്ട് ഒരാഴ്ചയായിട്ടുള്ളൂ. അനിയത്തിയുടെ കല്യാണം പ്രമാണിച്ച് എത്തിക്കണേന്ന്. ഫുൾ ടെൻഷനിലാണെങ്കിലും ആള് ഭയങ്കര ചില്ലാണ് കേട്ടോ. എല്ലാ വെഡിങ്സിനും മെയിൻ ആയിട്ടൊരു ഫുഡ് ഐറ്റം ഉണ്ടാവും. മുസ്ലിം വെഡിങ് ആണെന്നുണ്ടെങ്കിൽ ബിരിയാണി, ഹിന്ദു വെഡിങ് ആണെങ്കിൽ സദ്യ, അതുപോലെ ക്രിസ്ത്യൻ വെഡിങ് ആണെന്നുണ്ടെങ്കിൽ ഡിഷ് പരിപാടി. അപ്പോൾ ആ ഫുഡ് അടിപൊളിയും കൂടി ആണെങ്കിൽ ആലോചിച്ച് നോക്കിയേ. പിന്നെ ഈ ഒരു ഇവന്റിന് എന്ത് ബഡ്ജറ്റ് വന്ന് അറിയണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോ. കറക്റ്റ് ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം. നേരിട്ട് വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓഫീസ് വന്നിട്ട് എറണാകുളം ഷിഫ്റ്റ്. അപ്പോൾ ക്ലയന്റ് ആവശ്യപ്പെട്ടതിനും അടിപൊളിയായിട്ട് തന്നെ നമ്മൾ സംഭവം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ഫാമിലി എല്ലാരും ഹാപ്പിയാണ്. ഇതിനകത്ത് വേറെ കാര്യമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ക്ലയന്റ് ഹാപ്പി ആവണം. ക്ലയന്റ് ഹാപ്പി ആയാലാണ് നമ്മൾ ഹാപ്പി ആവുള്ളൂ. അത് കഴിഞ്ഞിട്ട് മതി നമുക്ക് കാശ്. അപ്പൊ അതിനു മുമ്പ് നമുക്ക് ആ വാക്ക് കേൾക്കണം, ഏത് കൊള്ളാം. അപ്പോ ഇനി എന്തെങ്കിലും പരിപാടിയൊക്കെ ആയിട്ട് ഇതുപോലെ കാണാട്ടാ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.